ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം മനഃപൂർവ്വം പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കൊന്നറിയണം. രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. കുത്തുകൾ യോജിപ്പിച്ച് മൃഗത്തെ കണ്ടുപിടിക്കാമോ? ആരെങ്കിലും അത് കണ്ടുപിടിച്ചോ? കൊള്ളാലോ. ഞാൻ മനഃപൂർവ്വം പറയാഞ്ഞിട്ട് ഇതാ അലീന, ഏഞ്ചൽ കുത്തുകൾ യോജിപ്പിച്ച് മൃഗത്തെ കണ്ടുപിടിച്ചോ? ഏത് മൃഗമായിരുന്നു? മാനാണോ? പുള്ളിമാൻ. നിങ്ങൾ അടിപൊളിയാട്ടോ, സൂപ്പറാ. തുസിന് നിങ്ങളെ ഒത്തിരി 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 ഇഷ്ടമാണ്. എനിക്ക് സന്തോഷമായി. മിടുക്കരാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് കുരിശ് വരയ്ക്കണ്ടേ? ഇന്ന് കുരിശ് വരയ്ക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, കുരിശ് വരച്ച് പാട്ട് പാടാൻ പോവുകയാണ്. അറിയാവോ? ഇല്ല അല്ലേ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആൽവിൻ, ജോൺ, ജിയന്ന, ഇസബൽ, എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. എഴുന്നേറ്റ് നിൽക്ക്. സാവിയോ, ഓസ്റ്റിൻ, എല്ലാവരും ഇവിടെയുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം. പാടിത്തരാം. ഇന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം, പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നന്നായി പഠിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാ തമ്പുരാനേ, തമ്പുരാനേ. ദൈവപിതാവിൻ്റെ തൻ പ്രിയപുത്രൻ്റെ, ദൈവപിതാവിൻ്റെ തൻ പ്രിയപുത്രൻ്റെ ദിവ്യാത്മാവിൻ്റെ ഉന്നത നാമത്തിൽ ആമേൻ, ആമേൻ. പഠിച്ചോ? ഒറ്റ പ്രാവശ്യം കൂടി വരയ്ക്കാം ഒരുമിച്ച്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാ തമ്പുരാനേ, തമ്പുരാനേ. ദൈവപിതാവിൻ്റെ തൻ പ്രിയപുത്രൻ്റെ ദിവ്യാത്മാവിൻ്റെ ഉന്നത നാമത്തിൽ ആമേൻ, ആമേൻ. നന്നായി. കുരിശ് വരച്ച് പാട്ടുപാടി. ഇനി എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാവോ? ആഹാ, എല്ലാവരും പാഠത്തിൻ്റെ പേരൊക്കെ പഠിച്ചാണ് വന്നേ. ഒന്ന് ഒച്ചത്തി പറഞ്ഞേ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദാ അന്നമോൾ, നമ്മുടെ അന്നമോൾ തുള്ളി തുള്ളി വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അമ്മയോടൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. അതിനു മുമ്പ് അന്നമോളുടെ കൂട്ടുകാരായ മാലാഖ കുഞ്ഞുങ്ങളെ, കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടാ? എല്ലാവരും അടുത്തിരിക്ക്, ശ്രദ്ധിച്ചിരിക്ക്. നേരെ ഒന്നിരുന്നേ, ഒന്ന് കൈ വീശിക്കേ. ഹായ്. എനിക്ക് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. എല്ലാവരും കൈ ഉയർത്തി ഒന്ന് വീശിക്കേ. ഹായ്. ഓക്കെ, എല്ലാവരും ഉണ്ട്. അന്നമോളുടെ അമ്മ ദാ പൂന്തോട്ടത്തിൽ പൂക്കളുടെ ഇടയിലുള്ള ചെടികളും കാടുകളൊക്കെ ഇങ്ങനെ പറിക്കുക. അന്നമോൾ ഓടി ചെന്നിട്ട് പറഞ്ഞു, അമ്മേ അമ്മേ, എനിക്കൊരു കഥ പറഞ്ഞതാ. എൻ്റെ അന്നമോളെ, ഈ പൂന്തോട്ടം ആകെ വൃത്തികേടായി കിടക്കുക. അമ്മ ഈ പണിയും തീർക്കട്ടെ. പറ്റില്ല, അന്നമോൾക്ക് ഇപ്പം തന്നെ കഥ കേൾക്കണം. ദാ അമ്മയെടുത്ത് വാശി പിടിച്ചപ്പോൾ അമ്മ പറയാ, ശ്രദ്ധിച്ച് കേൾക്കണേ കഥ. അമ്മ അന്നമോൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ദിവസം
ദൈവം ഇങ്ങനെ നടക്കുക. നടക്കുമ്പോൾ കണ്ടു ഈ ഭൂമിയിൽ ഒന്നുമില്ല, ആകെ ഇരുട്ട് മാത്രം. അപ്പൊ ദൈവം പറയാണ്, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം വന്നു. ദൈവത്തിന് സന്തോഷായി. പിന്നെ വീണ്ടും പറയാണ്, പകലിനെ നയിക്കാൻ സൂര്യനും രാത്രിയെ നയിക്കാൻ ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടാകട്ടെ. അപ്പൊ അന്നമോൾ ചോദിച്ചു, അമ്മേ ദൈവം അങ്ങനെ പറഞ്ഞപ്പോ ഉണ്ടായോ? എൻ്റെ അന്നമോളെ, ഉണ്ടായോന്ന്. ആരാ ഇതൊക്കെ പറയുന്നത്? ദൈവമല്ലേ. ഒന്നും ഇല്ലാത്ത ഈ ഭൂമിയിലിതാ എന്തൊക്കെയാ ഉണ്ടായെന്നറിയണോ? വെളിച്ചമുണ്ടായി, നക്ഷത്രങ്ങളുണ്ടായി. വീണ്ടും ദൈവം ഇങ്ങനെ നടന്നു നോക്കി. എന്നിട്ട് ദൈവം പറയുകയാണ്, എന്താ പറയുന്നതെന്നറിയാവോ? വെള്ളമുണ്ടാകട്ടെ. ദാ വെള്ളമുണ്ടാകുന്നു. എന്നിട്ട് പറയാണ്, കര ഒരു സ്ഥലത്തും കടലൊരു സ്ഥലത്തും തിങ്ങി നിറഞ്ഞു നിൽക്കട്ടെ. ദാ കരയും കടലും വേർതിരിച്ചു. ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ. ആകാശം മുകളിലും ഭൂമി താഴെയുണ്ടായി. എന്നിട്ട് പറയാണ്, ഈ ഭൂമിയിൽ ഒത്തിരിയേറെ ചെടികളും പുഷ്പങ്ങളും മരങ്ങളും മൃഗങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന്. ഹായ്, എല്ലാം ഉണ്ടായി. പിന്നെ പറയാണ്, കടലിൻ്റെ ഉള്ളില് മത്സ്യങ്ങൾ എല്ലാം ഉണ്ടാകട്ടെ എന്ന്. ദാ ചെറുതും വലുതുമായ ഒത്തിരിയേറെ മത്സ്യങ്ങൾ. അന്നൊക്കെ ഇൻട്രസ്റ്റ് ആയി. എന്തൊക്കെയാ ദൈവം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇല്ലായ്മയിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് ഉണ്ടായി വരിക. അന്ന അമ്മയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, അമ്മേ പിന്നെ എന്തൊക്കെയാ ദൈവം പറഞ്ഞത്? അപ്പം അമ്മ പറഞ്ഞു, ദൈവം വീണ്ടും പറഞ്ഞു, ഈ ഭൂമിയിൽ മൃഗങ്ങൾ, എല്ലാ തരത്തിലുള്ള മൃഗങ്ങൾ, നാൽക്കാലികൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ എല്ലാം ഉണ്ടാകട്ടെ. ദാ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞൊഴിഞ്ഞു പോകുന്ന പാമ്പ്, മേ എന്ന് പറയുന്ന ആടുകൾ, ബൗ 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 കുരയ്ക്കുന്ന പട്ടികൾ, മ്യാവ് മ്യാവ് കരയുന്ന പൂച്ചകൾ. അങ്ങനെ ഈ ഭൂമിയിൽ എല്ലാത്തരം മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ടായി. എന്നിട്ട് അമ്മ അന്നമ്മയോട് ചോദിക്കുകയാണ്, ദൈവം എല്ലാം കണ്ടു. ദൈവത്തിന് ഒത്തിരി സന്തോഷമായി. ദൈവം പറഞ്ഞു, ഹായ് എത്ര മനോഹരമാണ്, ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടായി. അന്നമോളെ, ഒരു കുറവുണ്ട്. എല്ലാം ഉണ്ടായെങ്കിൽ ഇനി ഒന്നുകൂടി ഉണ്ടാകാനുണ്ട്. അതെന്തായിരിക്കും? അമ്മേ, മനുഷ്യനെ എന്താ ദൈവം സൃഷ്ടിക്കാത്തേ? ആഹാ, അന്നമോള് കൊള്ളാലോ. അപ്പോൾ ഈ അന്നമോളുണ്ടോ, അമ്മ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നില്ലേ? അപ്പോൾ അമ്മ അന്നമോളെ അടുത്തേക്ക് ചേർത്തിരുത്തിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുക്കുക, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. കൂട്ടുകാരെ, അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ആ, ദൈവമാ. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവം ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യൻ ആരായിരിക്കും? ആഹാ, എല്ലാവരും ശരി ഉത്തരം പറഞ്ഞല്ലോ. ശരിയാണ്, ആദം അല്ലേ? ആദ്യത്തെ പുരുഷനാണ് ആദം. ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഹവ്വയെ സൃഷ്ടിച്ചു അല്ലേ? പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ഈ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ എന്നെയും നിന്നെയും ആരാരുണ്ടാക്കി? ആരാ? സ്വർഗത്തിൽ വാഴും ദൈവം. ഇന്നലെ നമ്മളൊരു പാട്ട് പഠിച്ചില്ലേ, ഇല്ലേ? മിന്നിത്തിളങ്ങും താരജാലങ്ങളെ ആരാരുണ്ടാക്കി? സ്വർഗത്തിൽ വാഴും ദൈവം അല്ലേ? അങ്ങനെ പഠിച്ചില്ലേ? അപ്പോൾ എന്നെയും നിന്നെയും ആരാരുണ്ടാക്കി? സ്വർഗത്തിൽ വാഴും ദൈവം ഇല്ലേ? അപ്പോൾ നമ്മയൊക്കെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ്. അന്നമോൾക്ക് സന്തോഷമായി. അമ്മേ, അന്നമോളെ സൃഷ്ടിച്ചത് ദൈവമാണോ? എങ്കിൽ കൂട്ടുകാരെ,
നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന് ഈ കുഞ്ഞു മാലാഖക്കുട്ടികൾ, ഈ സുന്ദരി കുട്ടികൾ, ഈ സുന്ദര കുട്ടന്മാരെയൊക്കെ ദൈവം എത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നേ. ഹായ്, എനിക്കെല്ലാവരും ഇഷ്ടമാ, സുന്ദരി കുട്ടികൾ. ഈ പാട്ടറിയോ? എന്നെ എനിക്ക് ഇഷ്ടമാണ്. ഈ പാട്ടറിയാവോ? ഇല്ല അല്ലേ? സിസ്റ്റർ ഒന്ന് പാടിത്തരാം. അമ്മയോട് പഠിപ്പിച്ചു തരാൻ പറയണം. ഇനി ആക്ഷനൊക്കെ പഠിക്കണം. ആക്ഷൻ പഠിക്കണം, പാട്ട് പഠിക്കണം. അടുത്ത ഞായറാഴ്ച സിസ്റ്ററിനെ പാടിക്കേൽപ്പിക്കണം. ആർ യു റെഡി? യെസ്, ഓക്കെ. എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക് മതിപ്പാണ്. എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക് മതിപ്പാണ്. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. ഈ മുഖം, ഈ നിറം, വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. താനേ താനാനെ താനേ താനാനെ താനേ താനാനേ താനേ താനാനെ താനേ താനാനെ താനേ താനാനേ. അടുത്തെന്താ? ഈ മണ്ണും ഈ വിണ്ണും ഈ മഴയും ഈ കാറ്റും അപ്പനും അമ്മയും സോദരർ സ്നേഹിതർ വീടും നാടും ഇഷ്ടമാണ്. ആരൊക്കെയാ? അപ്പനും അമ്മയും സോദരർ സ്നേഹിതർ വീടും നാടും ഇഷ്ടമാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ്, നന്ദിയാണ്. താനേ താനാനെ താനേ താനാനെ താനേ താനാനേ താനേ താനാനെ താനേ താനാനെ താനേ താനാനേ. ഇഷ്ടപ്പെട്ടോ? ഈ മുഖം, ഈ നിറം, എൻ്റെ ശരീരം, എൻ്റെ പൊക്കം ഒക്കെ ഇഷ്ടമായില്ലേ? അപ്പോൾ ദൈവത്തോട് നന്ദി പറയണം. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന് ദൈവത്തോട് നന്ദി പറയുമോ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയുള്ളേ? ഇപ്പം ഇത് പറയണ്ട. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് സിസ്റ്ററിനോടൊന്ന് പറയണം. പറയുവോ? ആഹാ, കൂട്ടുകാരെ, ഈ വീഡിയോ കണ്ടോ? ദൈവം സൃഷ്ടിച്ച ഓരോരുത്തരെയും അതിനകത്ത് കണ്ടോ? പ്രകൃതിയും കടലും ആകാശവും ഭൂമിയും എല്ലാം നിങ്ങൾ കണ്ടു അല്ലേ? അപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇനി ഒന്ന് എഴുന്നേറ്റ് നിന്നേ എല്ലാവരും. നമുക്ക് ഏറ്റു പറയാം. എല്ലാവരും ചേർന്ന് പറയണം, കൈകൾ കൂപ്പണം. എന്നെ സൃഷ്ടിച്ച് സ്നേഹമുള്ള ദൈവമേ, ഞാനങ്ങയെ സ്തുതിക്കുന്നു. എന്നൊരു പറഞ്ഞേ. എന്നെ സൃഷ്ടിച്ച സ്നേഹമുള്ള ദൈവമേ, ഞാനങ്ങയെ സ്തുതിക്കുന്നു. വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. ഇനി വീണ്ടും ഇതാ ചെറിയ ഒരു ഹോംവർക്ക്. എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഓരോരുത്തരെയും വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ബുക്കിനകത്ത് എഴുതണം. എഴുതാൻ അറിയാവോ? അറിയാവുന്നവർ എഴുതണം. അല്ലാത്തവർ സിസ്റ്ററിനോട് പറഞ്ഞു തരണം. അപ്പനാണോ, അമ്മച്ചിയാണോ, ചേട്ടായി ഉണ്ടോ, ചേച്ചിയുണ്ടോ, പിന്നെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും പറഞ്ഞു തരണം. ഓക്കെ, നമുക്ക് കുരിശ് വരച്ചെന്ന് നിർത്താം അല്ലേ? അടുത്തോ? ഇല്ല അല്ലേ? ഓക്കെ, എങ്ങനെ കുരിശ് വരയ്ക്കുന്നേ? പാട്ട് പാടി കുരിശ് വരയ്ക്കാം. എന്നിട്ട് നിൽക്ക്. ഓക്കെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ തമ്പുരാനേ തമ്പുരാനേ, ദൈവപിതാവിൻ്റെ തൻ പ്രിയപുത്രൻ്റെ ദിവ്യാത്മാവിൻ്റെ ഉന്നതനാമത്തിൽ ആമേൻ
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടാറ്റാ.